തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വിധിയെഴുത്ത് തുടങ്ങി. വോട്ടെടുപ്പ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ആവേശത്തിൽ മുന്നണികൾ. മത്സരരംഗത്ത് 38,994 സ്ഥാനാർത്ഥികൾ. മലപ്പുറത്ത് മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 13-ൽ വോട്ടിംഗ് മെഷീൻ തകരാറ് കാരണം മോക്ക് പോളിംഗ് തടസ്സപ്പെട്ടു. ആലപ്പുഴ മണ്ണഞ്ചേരി പഞ്ചായത്ത് 1-ാം വാർഡിൽ ഇന്ന് റീപോളിംഗ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം കിട്ടിയതിനെതിരെ സർക്കാരിന്റെ നിർണായക നീക്കം. ജാമ്യം റദ്ദാക്കാൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്ന് പ്രോസിക്യൂഷൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുന്നത്തൂരിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയേക്കുമെന്ന് സൂചന. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് JB പർദേവാല അധ്യക്ഷനായ ബെഞ്ച്. സമവായത്തിനായി ഗവർണറും സർക്കാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കോടതിയെ ധരിപ്പിക്കും. ഡൽഹിയിലെ വായു മലിനീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. രാജ്യസഭയിൽ വന്ദേമാതരത്തിന്റെ 180-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്നും തുടരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ചർച്ച ആരംഭിക്കും. രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മണിപ്പൂരിൽ. ഇംഫാലിലെത്തുന്നത് 2 ദിവസത്തെ സന്ദർശനത്തിനായി. മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിൽ ആയതിനു ശേഷം ദ്രൗപദി മുർമു എത്തുന്നത് ഇതാദ്യം.